ഹായ് ഗായ്സ്, പോണ പോക്കും കിട്ടാന്ന് മനസ്സിലായോ? ഇന്ന് ഓണമൊക്കെ അല്ലേ, അപ്പോൾ ഒരു ക്ഷണം ഉണ്ട് കേട്ടോ ആൾക്ക് ഓണസദ്യ കഴിക്കാനായിട്ട്. ആദ്യമായിട്ടാണ് ഇലയിലൊക്കെ കഴിക്കുന്നത്. അപ്പോൾ കഴിക്കുമോ എന്നുള്ളത് ഒരു ഡൗട്ടും ഇല്ല. സത്യം ആൾ കഴിക്കണില്ല. അങ്ങോട്ട് നോക്കുക ഇങ്ങോട്ട് നോക്കുക, ഞങ്ങളെ മുഖത്തേക്കും നോക്കുക. കാരണം എന്താ, ഇവനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇലയിൽ ഭക്ഷണം കാണുന്നത് തന്നെ. സാധാരണ അവനക്കൊരു പാത്രത്തിലല്ലേ കൊടുക്കല്ലേ. പിന്നെ അച്ചും ഐമലും ഐറയും എല്ലാവരും നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ, ഇവൻ എങ്ങനെയാണ് കഴിക്കണേ, സദ്യ എങ്ങനെയാണ് കഴിക്കണേ നോക്കാൻ വേണ്ടിയിട്ട്. ഐറ്റംസ് ഒരുപാടൊന്നും വെച്ചിട്ടില്ല, കാരണം പുളിയുള്ളതൊക്കെ കഴിക്കാൻ ചാൻസ് കുറവാണല്ലോ. അങ്ങനെ അവൻ അങ്ങോട്ട് നടക്കുന്നുണ്ട് ഇങ്ങോട്ട് നടക്കുന്നുണ്ട് കേട്ടോ, എല്ലാവരെയും നോക്കുന്നുണ്ട്. ഇതെന്താ സാധനം എന്ന് അവന് മനസ്സിലാവാത്തതുകൊണ്ടായിരിക്കും മേ ബി. ഇവർ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് അവർ പറയാണ് ഇവനിതൊന്നും കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് അകത്ത് പോവുക കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് കഴിപ്പിക്കണം, കാരണം വേസ്റ്റ് ആക്കാൻ പാടില്ല. കുറേ പഴം വെച്ച് കൊടുത്തു, പഴം കഴിക്കുമെന്ന്. അപ്പം പഴം മണത്ത് നോക്കിയിട്ട് കഴിക്കില്ല. ആ സമയം തന്നെ അമൽഷാൻ അതിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടേ കേട്ടോ, വെറുതെ കളയണ്ടെന്ന് പറഞ്ഞിട്ട് അവനത് കൊണ്ടുപോയി. അപ്പം ഞാൻ എന്ത് ചെയ്തു, അവിയലിൻ്റെ കഷ്ണങ്ങൾ കൊടുത്ത്. സാധാരണ പുളിയുള്ള കഴിക്കില്ല എന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ അവനത് ഇഷ്ടപ്പെട്ട്. അപ്പോൾ അവിയൽ കഴിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ ക്യാരറ്റ് കൊടുത്ത്. പിന്നെ എനിക്ക് പേടിയാണ് ഇവൻ കടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ക്യാരറ്റിൻ്റെ കഷ്ണം കൊടുത്തിട്ട് താഴെ ഇട്ടു കിട്ടാം. പിന്നെ എനിക്ക് മനസ്സിലായി അവിയൽ ഇഷ്ടപ്പെട്ടു എന്ന്. അങ്ങനെ ഞാൻ അവിയലിൻ്റെ കഷ്ണങ്ങൾ മാത്രം എടുത്തിട്ട് ആദ്യം കൊടുക്കുന്നുണ്ട്. ഇടയിൽ പ്ലേറ്റ് ഒന്ന് അങ്ങോട്ട് നീക്കുമ്പോൾ അവൻ ബാക്കിലോട്ട് പോകും. അങ്ങനെ കേട്ടോ. പിന്നെ എന്ത് ചെയ്തു, അടുത്ത അവിയലിൻ്റെ കഷ്ണം കൊടുത്ത്. അപ്പോൾ അതിങ്ങനെ കഴിക്കുന്നുണ്ട്. പിന്നെ ഒരു ടെൻഷൻ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടായിരിക്കും, വാഴയില കണ്ടിട്ടേ പേടിച്ചിട്ടാ തോന്നുന്നു. അതിൻ്റെ കളറ് കണ്ടിട്ടാണോ എന്നറിയില്ല. പിന്നെ ഇത്രയും നേരം വീഡിയോ ഓൺ ചെയ്തപ്പോൾ ക്ലിയർ കുറവായിരുന്നില്ലേ, കാരണം വേറെ ഒന്നുമല്ല, ക്യാമറയിൽ നല്ല പൊടി ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ ഒന്ന് ജസ്റ്റ് തുടച്ചപ്പോൾ നല്ല ക്ലിയർ വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഒരു മീൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കഴിക്കുമോ നോക്കാമല്ലോ. മീൻ കണ്ട ഉടനെ അങ്ങോട്ട് പോവുക കേട്ടോ. അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി, ഇവൻ എന്ത് ചെയ്യാണ്, ഭക്ഷണം കഴിക്കാനുള്ള ഇഷ്ടമാണെങ്കിലും ഈ ഇല കണ്ടിട്ട് പേടിച്ചിട്ടാണെന്ന്. അപ്പോൾ ഞാൻ അവിയൽ മുഴുവനും കഴിപ്പിച്ചതിന് ശേഷം മീൻ ട്രൈ ചെയ്യാണ് കേട്ടോ. പിന്നെയും ഇല ഇങ്ങോട്ട് നീക്കും അങ്ങോട്ട് നീക്കും, അപ്പോൾ അവൻ അങ്ങോട്ട് പോവും. എന്നിട്ട് മീൻ മുഴുവൻ കഴിച്ചു കഴിഞ്ഞ്. മീൻ എന്ത് ചെയ്തു, പൊട്ടിച്ച് ഇട്ട് കൊടുത്തപ്പോൾ കഴിച്ചു കഴിഞ്ഞിട്ടാ. പിന്നെ ഞാൻ ഓരോ ഉരുളകളാക്കി കുറേ നേരം നിന്നപ്പോൾ അവന് പേടി മാറി. പിന്നെ വാഴയിലയിൽ എന്നെ കഴിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. പുളിഞ്ചിയുടെ ഭാഗത്തുള്ള ചോറൊക്കെ കഴിക്കുന്നുണ്ട് ആൾ. അപ്പോൾ ആദ്യം ഒന്ന് പേടിച്ചിട്ടായിരുന്നു, നമുക്കുണ്ടാവുമല്ലോ ഫസ്റ്റ് ടൈം. അപ്പോൾ വാഴയില കണ്ടിട്ട് പേടിച്ചിട്ടാണോ എന്നറിയില്ല. എന്തായാലും അവൻ്റെ ഓണസദ്യ സൂപ്പറായിരുന്നു. എല്ലാതും മുഴുവനായിട്ടും കഴിച്ചു. ഒരു 5 മിനിറ്റ് മുൻപ് ചിക്കനൊക്കെ കഴിച്ചിട്ട് ആൾ. അപ്പോൾ അത്ര വിശപ്പൊന്നുമില്ല. പിന്നെ സദ്യ ഇത് കണ്ടപ്പോൾ എന്തോ തോന്നി അങ്ങനെ കഴിച്ചതാണ്. ഞാൻ ഉരുളാക്കി വെച്ചിട്ടാണ് ആൾ കഴിക്കണേ കേട്ടോ. അതിൻ്റെ ഇടയിൽ മക്കൾ ഭക്ഷണം കഴിക്കുകയാണേ, അവരും ഇലയിൽ തന്നെ സദ്യ കഴിക്കുകയാണ്. ഇന്നലെയും സദ്യ, മിനിയാന്നും സദ്യ നിന്ന് മടുത്ത്. പക്ഷെ ഇവർക്ക് അത്ര മടുപ്പൊന്നും തോന്നുന്നില്ല കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ മടുത്തിട്ടുണ്ട്. ഞാൻ സദ്യയൊന്നും കഴിച്ചിട്ടില്ല, സദ്യയും കഴിച്ചിട്ടില്ല, ചോറും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇവർ എല്ലാവരും ഹാപ്പി ഓണൊക്കെ പറയുന്നുണ്ട്. അമൽഷാനൊന്നും മിണ്ടണില്ല കേട്ടോ. അങ്ങനെ ആൾ പിന്നെയും ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിൽക്കുക. ഞാനൊന്ന് തിരിയുന്ന സമയത്ത് ഒന്ന് പോവും, മാറി നിൽക്കുന്നുണ്ട്. പിന്നെ അടുത്ത പരിപാടി അകത്ത് പോയിട്ട് അവരുടെ പാത്രത്തിൽ നിന്ന് കഴിക്കണം, അതാണ് അടുത്ത പ്ലാൻ. അപ്പോൾ അവൻ എന്ത് ചെയ്യാണ്, മാക്സിമം കയറൊക്കെ പിടിച്ചിട്ട് ഇവിടെ കെട്ടിയിടുകയാണ് കേട്ടോ. ഒരുവിധം എല്ലാ സദ്യയും കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നിലത്തൊക്കെ ഒരുപാട് ആക്കിയിട്ടുണ്ട്, ആദ്യം കഴിക്കാത്തതുകൊണ്ട് നിലത്തൊക്കെ ഇട്ടിട്ടാണ് കഴിപ്പിച്ചത്.